BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ കേരളത്തിൽ പ്രതിഷേധങ്ങൾ കടുക്കുകയാണ്. KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയേക്കുമെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് കേരളത്തിന്റെ പലയിടങ്ങളിലും പ്രതിഷേധം ഉയരുന്നത്. വയനാട്ടിൽ ഹൈക്കമാൻഡിനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെയാണ് പോസ്റ്ററിൽ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. KC വേണുഗോപാലിനെ പിന്തുണച്ചാൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് മാപ്പ് തരില്ലെന്നും വയനാട് ഇനി അടുത്ത അമേഠിയായി മാറുമെന്നുമാണ് പോസ്റ്റുകളിൽ മുന്നറിയിപ്പ് നൽകുന്നത്. KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ വെറും ഒരു പെട്ടിയെടുപ്പുകാരനാണെന്നും പോസ്റ്ററിൽ വിമർശനമുണ്ട്. വയനാടിനെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മറന്നേക്കുമെന്നും ഇനി ഇവിടെ നിന്ന് ജയിക്കില്ലെന്നും പോസ്റ്ററുകൾ വ്യക്തമാക്കുന്നുണ്ട്. ആരുടെയും പേരില്ലാതെ പ്രത്യക്ഷപ്പെട്ട ഈ പോസ്റ്ററുകൾ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോര് തെരുവിലേക്ക് പടരുന്നതിന്റെ സൂചനയായാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. അതേസമയം കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ തനിക്ക് മുൻവിധിയില്ലെന്നാണ് നേതാക്കളോട് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. കേരളത്തിലെ സാഹചര്യം അറിയാനാണ് കൂടിയാലോചനയ്ക്ക് വിളിച്ചതെന്നും എല്ലാ വശങ്ങളും ആലോചിച്ചായിരിക്കും തീരുമാനമെന്നും രാഹുൽ ഗാന്ധി അറിയിച്ചിരുന്നു. എന്നാൽ ജനവിധി അട്ടിമറിച്ച് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയാൽ നടുവണ്ണൂരിലെ കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പിരിച്ചുവിടാനാണ് വാർഡ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. 102 സീറ്റോടെ UDFനെ വിജയിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിലാണെന്നും ഗ്രൂപ്പ് താൽപര്യം സംരക്ഷിക്കാൻ അദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്ത MLA-മാരുടെ നടപടി പ്രതിഷേധാർഹമാണെന്ന് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയിരുന്നു. AICC ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ കുറുക്കുവഴികളിലൂടെ മുഖ്യമന്ത്രിയാവാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ കേരളത്തിൽ തകർക്കുന്നുവെന്നാണ് കമ്മിറ്റി വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം. സിനിമാ മേഖലയിൽ നിന്നും മറ്റും നിരവധി ആളുകളാണ് VD സതീശന് പിന്തുണ നൽകുന്നത്. മുതിർന്ന നേതാക്കളുമായുള്ള അവസാനഘട്ട ചർച്ചകൾ പൂർത്തിയാക്കിയ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമ്പോൾ അത് VD സതീശന്റെ പേരല്ലെങ്കിൽ കടുത്ത പ്രതിഷേധങ്ങളാകും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഹൈക്കമാൻഡിന്റെ തീരുമാനം അംഗീകരിക്കുന്നു എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോഴും തങ്ങളുടെ മനസ്സിലുള്ള നേതാവ് മുഖ്യമന്ത്രി ആകണം എന്നുള്ളത് പലരുടെയും ആവശ്യമാണ്. അതിന്റെ ഉദാഹരണമാണ് കോൺഗ്രസ് കമ്മിറ്റി പിരിച്ചുവിടാനുള്ള കോട്ടൂർ വാർഡ് കമ്മിറ്റിയുടെ തീരുമാനം. അതോടൊപ്പം മുഖ്യമന്ത്രി ആരാകണമെന്ന ലീഗിന്റെ നിർദ്ദേശം കോൺഗ്രസ് മാനിക്കാത്തതിലും അതൃപ്തി തുടരുന്നുണ്ട്. KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയാൽ അനുകൂലിക്കുന്നവർ ഉണ്ടെങ്കിലും വലിയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളുമാകും കോൺഗ്രസ് ഏറ്റുവാങ്ങേണ്ടി വരിക. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.